പുറത്തേ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണേ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ സാധനം വീണ്. ഇത് നോക്കിയേ, ആലിപ്പഴം. എൻ്റെ പൊന്നോ, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇത് പുറത്തേക്ക് ഇറങ്ങിയ തലയിൽ വീണ് ഞാൻ പോലെ കണ്ട, മുത്ത് വീണ പോലെ ഐസ് വീണണ്ട. 7 മണിക്കൂറിൽ നിന്ന് നടക്കണം, അതും ഹൈറ്റിലോട്ട്. ഇന്ന് ഒറ്റയടിക്ക് നമ്മൾ 1000 അടി മുകളിലോട്ട് വരും. അത് ഇത്തിരി ഹെവി. 1000 അടിയല്ല, 1000 മീറ്റർ. എൻ്റെ അമ്മ കൊമ്പോണ്ട് കുത്തിക്കൊന്നു. എൻ്റെ അമ്മ. ചൈന ഫ്രം ഇന്ത്യ. അങ്ങനെ നമ്മുടെ ടീം ഇന്ത്യ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇന്ത്യൻ മിലിറ്ററി എന്നുള്ള ടീം ഇന്ത്യ. 11 കോടി രൂപ അവരുടെ എക്സ്പെൻസ്. ഓ, ഇങ്ങനെ സമ്മതിക്കണം കേട്ടോ. ഇതുണ്ട്, ഇത്ര ലോഡാണ് ഇങ്ങനെ കൊണ്ടുപോകണം. ഇത് നോക്കി. ഓ, ഇത് ഉറഞ്ഞു കിടക്കണം. ഒന്നാമത് നടന്നു പോകാൻ പറ്റുള്ളൂ, അപ്പോൾ നമുക്ക് ഇതില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ യാത്രയിലാണ്. ഇപ്പോൾ ഫക്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇന്നലെ വന്ന് താമസിച്ചു. ഇപ്പോൾ സമയം വെളുപ്പിനെ 5:30 കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത് നോക്കി, വെളുപ്പിനെ 5:30 ഉണ്ട് ഈ കാണുന്ന. നല്ല വെട്ടമല്ലേ. നമ്മൾ ഇന്നലെ കാണാത്തൊരു കാഴ്ചയുണ്ട്. അത് കണ്ടാ, നല്ലൊരു മഞ്ഞ് മലയൊക്കെ കണ്ട. ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ ആരും കണ്ടായിരുന്നു? ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ താഴത്ത് നോക്കുമ്പോൾ ചെറിയൊരു നദിയൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകായിരുന്നു. എന്നാലും ഇത് ഉണ്ടോ, വെളുപ്പിന് 5:30 കഴിഞ്ഞു, 5:45 ആവാറായിട്ടുണ്ട്. ആ ഒരു ടൈം കണ്ടോ, ഒടുക്കത്തെ വട്ടം. ഇവിടെ ഈ ഒരു നേരത്തൊക്കെ നേരമൊക്കെ കൊടുക്കുക. 5 മണിയൊക്കെ കഴിയുമ്പോഴേക്കും വെയിലൊക്കെ വന്ന് തുടങ്ങും. രാത്രി പെട്ടെന്ന് കിട്ടുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു ഇതാണ് ഇവിടെ. ശരിക്കും ഇന്ത്യയിലെ സമയവും നേപ്പാളിലെ സമയവും തമ്മിൽ കുറച്ച് ടൈം സോണിൽ വ്യത്യാസമുണ്ട്. എനിക്ക് 15 മിനിറ്റോ അങ്ങോട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ 15 നല്ലെന്നും ഉണ്ട്. 5 മണി കഴിയുമ്പോൾ തന്നെ വെട്ടം വന്ന് തുടങ്ങും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഈ ഫുൾ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേ ആണ്. ഇംഗ്ലീഷ് കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തെ എവിടെ ഇരുന്നും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാം. അതൊരു കിടിലൻ സംവിധാനം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ലോകത്തെ എവിടെയായാലും പ്രശ്നമില്ല. വാട്സാപ്പ് വഴിയാണ് അവരത് പഠിപ്പിച്ച് തന്നെ. 2 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ ചറവറാന്ന് പറയട്ടെ. ഇംഗ്ലീഷൊക്കെ എപ്പോഴായാലും ആവശ്യം വരുന്ന സംഭവമല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ. യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റണില്ല. കാരണം ഇത് ആ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യട്ടെ. താഴത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സോക്സിൻ്റെ ഉള്ളിലാണ് പവർ ബാങ്ക് ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചത് കേട്ടോ. പക്ഷെ വലിയ കാര്യമില്ല. ഞാൻ ട്രെയിനായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ട്രൈ അടിച്ച് നോക്കിയതാണ്. ഇത് വൂളൻ സോക്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പവർ ബാങ്ക്, ബാറ്ററി അങ്ങനെ ഇട്ട് വെക്കും. പക്ഷെ വലിയ കാര്യമില്ല. പവർ ബാങ്ക് തൊടുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇത് തണുപ്പ് കൂടുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ഡ്രെയിൻ ആയിപ്പോവും. ചിലപ്പോൾ പവർ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതാരപ്പുറത്ത് ആരുടെ ഇത് അപ്പുറത്ത് ചെല്ല ആള്. ഈ മഞ്ഞുമല ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്ന് രാവിലെ കാണുന്നത് ഉണ്ടോ? മഞ്ഞ് വീണാണോ ഇനി? ഇന്നലെ വീണാണോ? ആ, അങ്ങനെ പറ. അതാണ് മനസ്സിലാവാൻ ഞാൻ. ആ, ഇത് ഇന്നലെ രാത്രി വീണ മഞ്ഞ. അതാണ് നമുക്ക് മനസ്സിലാവാൻ. ഇന്നലെ കണ്ടില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി നമുക്കൊരു 7 മണിയാകുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കണം. 7:30 ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ നമ്മൾ ഇറങ്ങാണ്. പാക്കിംഗ് ആണ് ഏറ്റവും വലിയ ചടങ്ങ്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അമ്മാരി പാക്കിംഗ്. അത് എല്ലാ ദിവസവും ഈ സംഭവം അഴിക്കേണ്ടി വരും. ഇത് അഴിച്ച് ഡെയിലി കെട്ടിക്കൊടുക്കണം, അതല്ല അവർക്ക് കൊണ്ടുപോകേണ്ടത്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ തലവേദനയൊക്കെ കുറേ സമയം പോകുന്ന പരിപാടിയാണ്. എന്തൊക്കെ എടുക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഐഡിയ വരും എന്തൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പം ഞാൻ ഈ തോളത്തിടുന്ന ബാഗില്ലേ, നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ ഞാനിപ്പോൾ ഇടുന്നത് റെയിൻകോട്ട് എടുക്കുന്നുണ്ട്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. റെയിൻകോട്ടിൻ്റെ കൂടെ ഒരു ഇന്നർ വെയർ അഡീഷണൽ എടുക്കും. അതുകൂടാണ്ട് ഒരു എക്സ്ട്രാ സോക്സ് മാറിപ്പോയി. പിന്നെ ഒരു പവർ ബാങ്ക്. ബാക്കി പവർ ബാങ്ക് മറ്റേ ബാഗിൽ ഇടുള്ളൂ. അത്യാവശ്യമുള്ള ഒരു പവർ ബാങ്ക്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഉറപ്പായിട്ടും കയ്യിൽ വെക്കണം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന നേപ്പാളിൽ വരുമ്പോൾ പാസ്പോർട്ടിന് ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ ഫോൺ എടുക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം. പിന്നെ ഇവിടെ പെർമിറ്റ് എടുക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ഉറപ്പായിട്ടും വേണം കേട്ടോ. പിന്നെ ഞാൻ 2 കപ്പലിൻ്റെ മിഠായി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കപ്പലിൻ്റെ മിഠായും പിന്നെ സ്നിക്കേഴ്സ് പോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി, തേങ്ങാക്കൊത്ത്,
അപ്പോൾ ഈ സാധനങ്ങളെ കുറിച്ച് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ഭക്ഷണമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. സമയത്ത് നമ്മൾ ട്രക്ക് ചെയ്ത് എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ പയ്യേക്കല്ലേ നടന്നത്. അപ്പോൾ ഒരു എന്തെങ്കിലും കഴിക്കാനൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു വെക്കും. അപ്പോൾ അത് 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ബാഗ് വരും. നമ്മുടെ വാട്ടർ ബാഗില്ലേ അതായത് ഇരിക്കും വാട്ടർ ബാഗ് 2 ലിറ്ററിൻ്റെ വാട്ടർ ബാഗ് ഇവിടെയും. ഇവിടെ 1 ലിറ്റർ വെള്ളം, ഇവിടെ 1 ലിറ്റർ വെള്ളം, അത്രേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ 4 ലിറ്റർ വെള്ളം വരുമ്പോൾ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ലഗേജ് ഇതിൽ നിന്ന് ഒഴിവാക്കി മറ്റേ പോട്ടർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ ക്യാമറ എക്യുപ്മെൻറ്റ് കുറേ ഉണ്ട്, അതാണ് മെയിൻ സീൻ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണൊരു പർപ്പസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ചാർജർ അത് ഇത് പവർ ബാങ്ക് ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് നടക്കണം. അപ്പോൾ അതിൻ്റെ വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അത്രയും ആ സാധനങ്ങളുടെ ആവശ്യം വരില്ലല്ലോ. ഒരു മൊബൈൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും 2 ഐറ്റംസ് അതൊക്കെ ഉണ്ടല്ലോ കാര്യമുള്ളൂ. ഇത്രയും വലിയ ലഗേജ് വരാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, എന്തായാലും നോക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഇതിടുവേ, ഈ ഒരു ജാക്കറ്റ് കണ്ടോ. ഈ ഒരു ജാക്കറ്റ് നമ്മൾ പോകുമ്പോൾ കൈ പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ബാഗിലുണ്ടായിരിക്കണം. കാരണം പോകുന്ന സമയത്ത് തണുപ്പുള്ള സ്ഥലങ്ങൾ വരും. ട്രക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ഇത് കുറവായിരിക്കും. അതായത് നോർമലി അതേ ഒരു ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ ചെറിയൊരു ഇത് കണ്ടാവും, പെട്ടെന്ന് ഡ്രൈ ആവുന്ന തരത്തിലുള്ള ചെറിയൊരു ടീഷർട്ട്, ഈ ഒറ്റ ലെയർ ടീഷർട്ട് ഇട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്യണം. ഇത് ട്രക്കിംഗ് പാൻറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ജാക്കറ്റ് കൈ പിടിക്കണം. പക്ഷെ എപ്പോഴാണ് തണുപ്പ് കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ തണുപ്പ് കൂടുമ്പോൾ ഈ ജാക്കറ്റ് എടുത്തരും. ട്രക്ക് ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ട് വലിയ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ വേണ്ടി വരില്ല. പക്ഷെ എന്നാലും ഗ്ലൗസ് കയ്യിൽ വെക്കുന്നുണ്ട്. മെയിനായിട്ട് രാത്രിയാണ്. രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴാണ് ഈ വൂളൻ സോക്സും ഗ്ലൗസ് ഈ സാധനമൊക്കെ ഇടേണ്ടി വരുന്നത് രാത്രിയിലാണ്. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. നമ്മൾ പാക്കിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 7:30 ആകുമ്പോൾ നമ്മൾ താഴത്തോട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് നാംചെ ബസാറിലോട്ട് പോകും. അത് ഇത്തിരി ഹെവി ട്രക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ടാവും. ഇന്നലെ നമ്മൾ 8 കിലോമീറ്ററാണ് നടന്നത്. 3 മണിക്കൂർ എടുത്തോ, 3.5 മണിക്കൂർ. എത്ര നമ്മൾ ഇന്നലെ 9 മണിയാണ് ഇപ്പോൾ എത്തിയല്ലേ. നമ്മൾ ഇന്നലെ 9 മണിക്ക് വന്നിട്ട് 12:30 കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ അത്രയും സമയം എടുത്തു ഇവിടെ എത്താനായിട്ട്. 8 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. പക്ഷേ ഇന്നത്തെ ഹെവി സ്റ്റീപ്പാണ്. ഞാൻ മേലോട്ട് കയറ്റമാണ്. അത് 10 കിലോമീറ്ററിനടുത്ത് കയറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നല്ല ഹെവി ട്രക്കാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ മാക്സിമം ലഗേജൊക്കെ കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ നോർമൽ ടിഷ്യൂ. ഈ ഒരു ടിഷ്യൂ ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം ഇവിടെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. വെള്ളം നമുക്ക് കൈ കൊണ്ട് വിടാൻ പറ്റില്ല, മരവിച്ചു ഈ തിളച്ച വെള്ളത്തിൽ കൊണ്ട് കൈ മുക്കി അങ്ങനെ ഉണ്ടാവും, അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ടിഷ്യൂ ഉപയോഗിക്കാം. സാധാ ടിഷ്യൂല്ലേ, ഈ ടിഷ്യൂ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം വെറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടിഷ്യൂ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നനവാക്കുള്ളൊരു ടിഷ്യൂ ആണ്. നനഞ്ഞ ടൈപ്പ് ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ മെഡിക്കൽ ഷോപ്പിൽ പോയി കിട്ടും. അത് ലാസ്റ്റ് ഉപയോഗിക്കാം. വെറ്റ് ടിഷ്യൂ ഒരു 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊരു പാക്കറ്റിൽ 30 ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വേണമെങ്കിൽ എടുത്ത് വെച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ സാധാ ടിഷ്യൂ ആദ്യം ഉപയോഗിക്കുക. അതിനുശേഷം അതായത് അമേരിക്ക പരിപാടി, അമേരിക്കൻ അല്ല യൂറോപ്പ് തുടക്കുക. വെള്ളത്തിലില്ല, വെള്ളത്തിൻ്റെ പരിപാടി ഇല്ല. അപ്പം വെള്ളം ഉപയോഗിക്കാനും പറ്റില്ല, കൈയൊക്കെ മരവിച്ചു നല്ല കട്ടക്ക് പണി കിട്ടും. അപ്പോൾ ടിഷ്യൂ നോർമൽ ടിഷ്യൂ ആദ്യം ഉപയോഗിച്ചിട്ട് വെറ്റ് ടിഷ്യൂ ഉപയോഗിക്കാം. പിന്നെ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വെറ്റ് ടിഷ്യൂ തന്നെ വലുത് കിട്ടും. ഇത് ഒരെണ്ണം എടുത്ത് ഇതിനകത്ത് 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മേത്ത് ഇങ്ങനെ തുടച്ച് നമുക്ക് വൃത്തിയാക്കുന്ന സെറ്റപ്പ്. അപ്പോൾ അത് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുളിക്കലൊന്നും നടക്കില്ല. ഇവിടെ പിന്നെ ചൂടുവെള്ളത്തിന് 500 രൂപ കൊടുക്കേണ്ടി വരും, ഒരു ബക്കറ്റ് ചൂടുവെള്ളത്തിന്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വഴിയുള്ളൂ. അപ്പോൾ അതെ ഈ വെറ്റ് ടിഷ്യൂ ഇതിനകത്ത് ചെറിയൊരു നനവും സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് മുഖം പയ്യെ തുടച്ചെടുക്കാൻ എന്തായാലും പണിയാണ് മോനെ. കൈയൊക്കെ നിറക്കണം, മുഖം തുടയ്ക്കാം, അതുപോലെ തന്നെ ഇത് വെച്ച് കുളിക്കാം. ഈ പരിപാടി നടക്കുള്ളൂ. എന്നാലും തണുത്തിട്ടുള്ള ഇത് നനവുണ്ടല്ലോ, അല്ലാണ്ട് കുളിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് സാധനമാണ്, എല്ലാവരും മേടിച്ച് വെച്ചോ, കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുസ്ലിം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മുടെ അവല് പോലത്തെ ഒരു സംഭവം. അവൽ തന്നെയല്ലേ, അവലും പാലും നൂഡിൽസ് കഴിക്കണം. ഇത് തൂക്കിയിട്ടാൽ കുഴപ്പമുണ്ടോ? ചെരുപ്പാണ് അത് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ, അതുകൊണ്ടോ ഇന്നലെ കുഴപ്പമുണ്ടായില്ല. ഇപ്പം ഇത്ര ഈ ബാഗ് സെറ്റിലാണ് ഏറ്റവും വലിയ കിടക്ക്. അടയില്ലത്, അടയണില്ല. അടഞ്ഞു മോനെ.
മതി മതി. കുറച്ച് സാധനം എടുത്ത് ബാബുക്കയുടെ വയലിട്ട്. പുറത്തേ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണേ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്തോ സാധനം വീണ്. ഇത് നോക്കിയേ, ആലിപ്പഴം മുത്തുപോലെ ഇത് വീണണ്ട, മഞ്ഞ് വീണണ്ട. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട? എൻ്റെ പൊന്നോ, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഓ രക്ഷയുടെ അതുണ്ട, ഇത് പുറത്തേക്ക് ഇറങ്ങിയ തലയിൽ വീണ് പോലെ കണ്ട, മുത്ത് വീണ ഐസ് വീണണ്ട. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ തിയു ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻറ്റ് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. ഇവിടെ നോക്കി യാക്കുകൾ, ഇവർ എവറസ്റ്റ് എക്സ്പെഡിഷന് പോകുന്ന ആളുകളാണ്. അവരുടെ ലഗേജാണ്, അവർ താമസിച്ച സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണണം. അവരുടെ ലഗേജാണ് ഇത് മൊത്തം. എവറസ്റ്റിന് മുകളിൽ കാണാൻ പോണവരാ. എന്തോരം ലഗേജാ. ഓ എന്താ, ഹലോ. നമ്മുടെ മുമ്പിൽ ഒരു കിഡിലൊരു മല ഉണ്ട് കേട്ടോ. നോക്കി മഞ്ഞൊക്കെ പെയ്ത് കിടത്തിട്ട് നല്ല ഭംഗി. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട മഞ്ഞൂല ഉണ്ടാ കാണാം. മഞ്ഞ് ഇന്നലെ രാത്രി പെയ്തതാ. ഓ ഇന്ന് മൊത്തം കയറ്റം തന്നെയാണ്, ഹെവി കയറ്റം ഉണ്ട് ഇന്ന്. ഇന്ന് വഴിയാവുന്ന തോന്നാം. ഇന്നാണ് ശരിക്കും നല്ല ടാസ്ക്, കടന്ന് കിട്ടേണ്ട ടാസ്ക്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാലങ്ങൾ കാണാം കേട്ടോ, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. യാക്ക് ഓ നല്ല കിടിലൻ ഏരിയ. നോക്കി നല്ല രസമുണ്ടാ. താഴത്തു കൂടി നദി ഒഴുകണം, മുകളിൽ മഞ്ഞുമല. അവിടെ എബിൻചേട്ടനൊക്കെ പറയുന്നുണ്ട്. ബാബുക്കയും ഇതിനൊക്കെ മുമ്പേ പോയിട്ടുണ്ട്. നോക്കി തല വീഴും ഇതൊക്കെ. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പുണ്ട്, എനിക്ക് മൂക്കൊക്കെ വേണ്ടെടുക്കും. പിന്നെ ഈ ലെൻസിൻ്റെ ഇവിടെ, നെഞ്ചിൻ്റെ അവിടെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ച ഒരു ഫീല്. അപ്പോൾ ഇന്നലെ ബാബുക്ക കുറച്ച് എക്സസൈസൊക്കെ കാണിച്ചു തന്നെ ഈ ലെൻസിൻ്റെ ഒക്കെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ള പരിപാടി വൈകുന്നേരം കാണിച്ചു തരാം. പിന്നെ കാല് സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകണേട്ടോ. ഇതുണ്ടോ നടക്കുമ്പോൾ സൈഡിലൊക്കെ കൊക്കുണ്ടോ, ഇതുണ്ടോ. ഈ സമയത്താണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, യാക്കുകളോ കഴുകുകളോ വന്നതാണെങ്കിൽ നമ്മൾ ഈ സൈഡിലോട്ട് മാറിയിരിക്കണം, ഈ ഒരു ഭാഗത്തോട്ട്. ഇവിടെ നിൽക്കരുത്, അവർ തട്ടി താഴത്തേക്ക് ഇടും. അവിടെ ഒരു മഞ്ഞുമലയിൽ നിറച്ച് ഇങ്ങനെ പുക പോലെയൊക്കെ വന്നി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുകളിൽ മഞ്ഞുമലയിൽ നിറച്ച് പുക, മഞ്ഞിങ്ങനെ വന്ന് നിൽക്കാന്നുണ്ട്. മഞ്ഞ് കോടയോ എന്തൊക്കെയോ ആണ്. റിവർ സൈഡ് ലോഡ്ജോ അതാണിത്. ഇവിടെ ഒരുപാട് ഇതേപോലെ ലോഡ്ജും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 500 രൂപ മുതലൊക്കെ നമുക്ക് റൂമുകൾ കിട്ടുന്നുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയണം. നമ്മളിത് അടുത്ത പാലം കയറാൻ പോവാണ്ട. ഈ പാലത്തിൻ്റെ പേര് ഫക്ഡിങ് ബ്രിഡ്ജ് എന്നാണ്. ഫക്ഡിങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു മല കണ്ട, ആ മലയുടെ സൈഡിൽ ഒരു ഹണി ഉണ്ട്, വൈൽഡ് ഹണി കണ്ട, കാണാൻ പറ്റണ്ട. തേൻ യെസ് അത് തന്നെ. മുകളിൽ മഞ്ഞുമല, ഇവിടെ കിടിലം വ്യൂ. എങ്ങനെയുണ്ട്? How was your stay? Fine, but it was really cold. Okay. നല്ല തണുപ്പാ. What will be higher? Yeah. Much higher. You are going for Namche Bazaar today? Namche Bazaar. Okay. Yes. Okay. See you there. It is long trip, yeah. Yes, it's 7 hours. 7 And hours. most like 1000 high. യെസ്. ഇവർ ഇന്നലെ നമ്മൾ കണ്ട പോളണ്ടുകാരാണ് കേട്ടോ. അവർ ഇന്ന് നമ്മൾ പോണ സെയിം നാംചെ ബസാറിലോട്ടാണ് പോകണം. നാംചെ ബസാറിലോട്ട് 7 മണിക്കൂറോളം ട്രക്ക് ഉണ്ട് കേട്ടോ. 7 മണിക്കൂറിൽ നിന്ന് നടക്കണം, അതും ഹൈറ്റിലോട്ട്. ഇന്ന് ഒറ്റയടിക്ക് നമ്മൾ 1000 അടി മുകളിലോട്ട് വരും. അത് ഇത്തിരി ഹെവി. 1000 അടിയല്ല, 1000 മീറ്റർ. എൻ്റെ അമ്മ, ഇത് പേടിയാവും ശരിക്കും. നാം ക്യാ ഹേ? ദുക്കോഷി. ആ യെസ് യെസ്. ദുക്കോഷി എന്ന് പറഞ്ഞിട്ടൊരു നദിയാണ് കേട്ടോ, ദുക്കോഷി. നല്ല തണുത്ത വെള്ളമായിരിക്കും, ഇതിനകത്തൊക്കെ വീണ മരവിച്ചാൽ ചാവുള്ളൂ. ദുക്കോഷി നദി എന്താ പൊളിയല്ലേ. അതിൻ്റെ നടുക്കൊരു ഇരുമ്പ് പാലം. ഇതേപോലത്തെ ബ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രക്കിൽ 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ പാലത്തെ കൂടി നടക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുമെങ്കിലും വലിയ സീനില്ല. അടിപൊളിയാണ് കേട്ടോ. താഴത്ത് കൊക്കയാണ്, അതൊക്കെ മലകൾ. ഇവിടെയൊക്കെ മഞ്ഞ് വീണ് നടക്കണം. നോക്കി കുറേ വീണിട്ടുണ്ട്, അതൊക്കെ ഒഴുകിപ്പോയി. അല്ല അതൊക്കെ ഉരുകിപ്പോയി. ഇവിടെയൊക്കെ ഇന്നലെ രാത്രി നല്ല മഞ്ഞ് വീണിട്ടുണ്ട് കണ്ട. അതിൻ്റെ ബാക്കി വെയിൽ വരുമ്പോൾ അതൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് ഇവിടെയൊക്കെ എല്ലായിടത്തും വീണിട്ടുണ്ട്.
എനിക്കൊന്ന് ഈ ഭാഗത്തും കാണുമായിരിക്കും, അത് കുരുങ്ങിപ്പോയതായിരിക്കും. നല്ല തണുപ്പുണ്ട്. നമ്മൾ ശരിക്കും ഇന്ന് ഹെവി ട്രക്കാണ് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാരണം നമ്മൾ ഫക്ഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2600 മീറ്ററാണ്. പക്ഷെ അത് വലിയ നോർമൽ, നമ്മുടെ നാട്ടിലും ഇപ്പോൾ മീശപ്പുലിയിലൊക്കെ 2800 മീറ്ററൊക്കെ ഉള്ളൂ നോർമൽ ഹൈറ്റ്. പക്ഷെ ഇന്ന് നമ്മൾ പോണത് 7 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് നാംച ബസാർ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയൊരു ടൗണാണ്. നമുക്ക് ഈ ട്രക്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് മേടിക്കുന്ന സ്ഥലം അതാണ് നാംച ബസാർ. പക്ഷേ വിലയൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അതായത് ഉയരം കൂടുന്തോറും വില കൂടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തണുപ്പും കൂടും കേട്ടോ. അതുപോലെ നാംച ബസാർ എന്ന് പറയുന്നത് ഏകദേശം 3400 മീറ്ററാണ്. അതായത് ഇന്ന് നമ്മൾ ഒറ്റയടിക്ക് 1000 മീറ്ററോളം ഹൈറ്റിലോട്ട് എത്തും. 11400 അടി മുകളിൽ. അപ്പോൾ AMS സംഭവങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ ഇന്നടിക്കും. ഇന്നറിയാം. പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ORS ഒക്കെ കലക്കി വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ദാഹിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യമില്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ബാക്കിൽ സാധനമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ വെള്ളം മാക്സിമം കുടിക്കുക. അതാണ് ആകെയുള്ളൊരു വഴി. വെള്ളം കുടിച്ച് വേണം നമുക്കിത് തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. ഈ ഐസ് വീണിട്ട് അത് ഉരുകിപ്പോയിട്ട് കംപ്ലീറ്റ് ചെളിയായിട്ട് കിടക്കണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുപ്പികളെ കുടിച്ചിട്ട് താഴ്ത്തി വെച്ചപ്പോൾ താഴെ വീണ് മൊത്തം ചെളി. കുറച്ച് ഇല പറിച്ച് തുടച്ച്, അതേ വഴിയുള്ളൂ. പിന്നെ നമ്മുടെ ഗൈഡ് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കും. കാരണം നമ്മൾ പുറകിലായി പോയി കഴിഞ്ഞാൽ പുള്ളി വരും ചോദിക്കാനായിട്ട്, അല്ല നോക്കാനായിട്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റി അവിടെ ഇരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട, പുള്ളിക്കാരൻ വന്ന് നോക്കിക്കോളും. അപ്പോൾ ഗൈഡുള്ളപ്പോഴും നല്ലതാണ്. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഈ ട്രക്ക് തീരുന്നവരെ നമ്മൾ പയ്യെ നടക്കുമ്പോൾ പുള്ളിയും പയ്യെ നടക്കും, ഫാസ്റ്റ് കിടന്നാൽ പുള്ളിയും ഫാസ്റ്റ് നടക്കും. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടെ കണ്ടോ മഞ്ഞ് വീണ് നടക്കണം. ഇത് മൊത്തം ഉരുകിയിട്ട് ചെളിയായിട്ടിരിക്കുക, അതാണ് വേറെ സീൻ. ആ താഴത്ത് നോക്കി, താഴത്ത് മൊത്തം മഞ്ഞ. നമ്മുടെ മുമ്പിൽ നടന്നു പോകണവർ എവറസ്റ്റ് എക്സ്പെഡിഷന് പോവാണ്. അതായത് മുകളിലോട്ട് പോവാണ്. നമ്മൾ ബേസ് ക്യാമ്പ് എക്സ്പെഡിഷൻ. ഓ, ഇത് വലിയൊരു താഴ്ചയിലോട്ട് ഇറങ്ങാനുള്ള. ഇന്നത്തെ ട്രക്ക് മൊത്തം ഇങ്ങനെ ഉണ്ടോ, മല കയറും ഇറങ്ങും, കയറും ഇറങ്ങാം. ഇത് തന്നെ പരിപാടി. എൻ്റെ ഹൈറ്റ് കണ്ട, പക്ഷെ എൻ്റെ അമ്മ. അപ്പോൾ എവറസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുമല്ലോ. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കണല്ലോ. ഇതൊന്നും അല്ല, മഞ്ഞ് വീണിട്ട് ആ വീടിൻ്റെ റൂഫ് ചുമപ്പ് മാറിയിട്ട് വൈറ്റായി. പക്ഷെ ഇതൊക്കെ ചെറുത്, ഇതൊക്കെ എന്ത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നോക്കിക്കോ, -ഡിഗ്രി വരും. കട്ട മഞ്ഞിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോണത്. അടുത്ത ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലിൽ തണുപ്പായിരിക്കും. ഇതൊക്കെ ഒന്നുമല്ല. ഇത് നോക്കി, ഓ ഇത് ഉറഞ്ഞു കിടക്കണം. എന്ത് ഉറച്ച മഞ്ഞാണ്. എനിക്ക് ചെറുതായിട്ട് ചൂട് എടുക്കണമെന്നുണ്ടോ എന്ന് സംശയം. ഈ ട്രക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഈ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, ജാക്കറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഒത്തിരി തണുപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റ് എടുത്തിട്ടാൽ. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ജാക്കറ്റ് നൈസായിട്ട് ഊരണം, അല്ലെങ്കിൽ ഉള്ളിൽ വേർക്കും. ഇപ്പോൾ തെർമൽ എന്നിട്ട് ഒരിക്കലും ട്രക്കിന് പോകരുത്. ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു ചെറിയൊരു ടീഷർട്ട്. ജാക്കറ്റ് നൈസായിട്ട് ഊരട്ടെ, അല്ലെങ്കിൽ വേർക്കും, പണിയാണ്. തണുപ്പുണ്ടെന്നുണ്ട് കാര്യമല്ല. ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ വാമായിക്കൊണ്ടിരിക്കല്ലേ. അത് ഇവിടെ നോക്കി, എൻ്റെ അമ്മ തെളിഞ്ഞ വെള്ളതുണ്ടാ, അടിപൊളി. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അമ്പോ, ഇതെല്ലാം കാണാൻ ഭംഗിയുള്ള പോലെയുള്ള ഇതുണ്ട്, സ്റ്റീല്. മഞ്ഞൂരിയിട്ടാണ് അവിടെ മൊത്തം ചെളി. ഇതുണ്ടോ, ആഹാ, ഒരു മാരൊക്കെ കയറ്റം വരുന്നുണ്ടല്ലോ. പൊളി സീ. ഓ, നമ്മൾ ഇത്രയും മുഖത്തേക്ക് കയറിയ. ഇതേ മഞ്ഞ് വീണ് നടക്കുമ്പോൾ ചെളിയായതുകൊണ്ട് തെന്നി പോണു. കുറച്ച് റിസ്ക് ഉണ്ട്, കുഴപ്പമില്ല. നല്ല ഗ്രിപ്പുള്ള ഷൂ ഇല്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഇത് പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതാണ് സാഗർമാത നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഉണ്ട്, ടൂറിസം ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. നമ്മുടെ ടിക്കറ്റ് എന്തായാലും മിക്മ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗൈഡ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ്റെ ഇവിടെ നോക്കിയപ്പോൾ കുറേ ആടുകൾ. ഇതുണ്ട്, ഹലോ നോക്കി. ഇത് ആടുകളുടെ പ്രത്യേകത ഉണ്ട്, എന്തോ ഒരു പ്രത്യേക ഫീൽ ആവാന്നുള്ളത്. വേറൊരു ഷേപ്പൊക്കെ ഉണ്ട്. എന്താ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ. നമ്മൾ ആടുകൾ കണ്ടില്ലേ, ആടുകളുള്ള താഴ്ത്താണ്. ഇതെന്താ സാധനം എന്നറിയാമോ? ലൈവ് മ്യൂസിക് ബാർന്ന്. ഏതോട്ടാ ഹംഗറിയാക്ക്. ഇവിടെ വെള്ളം വീണണ്ട, മഞ്ഞുരുകി വീണണ്ട, മഴ പെയ്യുന്ന പോലെയാണ് വെള്ളം വീണ.
ഇതുണ്ടോ, ഞാൻ നൈസായിട്ട് ജാക്കറ്റ് കുരി കളഞ്ഞിട്ടാ. ഇപ്പോൾ കുഴപ്പമില്ല, നൈസ് തണുപ്പുണ്ട്. എന്നാലും ട്രക്ക് ചെയ്യുമ്പോൾ ഈ ജാക്കറ്റ് ഹെവി സാധനമൊന്നും വലിച്ചു കയറ്റി ഇടരുത്. തണുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതേ പുറയിലിരിക്കണ ഫോറിനേഴ്സ് ഉണ്ടോ, അവരും സൺസ്ക്രീൻ വരെ തേക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വരെ തേച്ച്. ആ പുറയിലിരിക്കണ ഫോറിനേഴ്സ് വരെ തേക്കുന്നുണ്ട് കണ്ട. അവർ സാധാരണ വെയിലത്ത് കിടക്കുന്ന ഉറങ്ങണ ആൾക്കാരാണ് ബീച്ചിൽ വന്നാൽ, അവർ വരെ തേക്കുന്നുണ്ട്. കാരണം ഇവിടെ യു വിയുടെ ഇത് കൂടുതലായിരിക്കും. ഞാനിത് ഗ്ലാസും കൂടി എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ കണ്ണടിച്ചു. ഇതെന്താ സംഭവം? ഇപ്പറില്ല, ഇപ്പറും കേക്ക് ഒലിച്ചൊലിച്ച് വെക്കോളൂ. ഓ മണി തെന്നി വീഴും. ഇത് മോളിൽ കൂടി കയറി കിടന്നല്ലേ, ഇവിടെ ചെളിയില്ല. ഓഹോ, ഇത് വെള്ളം പൊളിയാണ്. ഇത് കണ്ട വെള്ളം വീണ, ഇത് മഞ്ഞുരുക്കി വീണാണ്. നമ്മൾ വിചാരിക്കും മഴ വീണേന്ന്. ഇത് കണ്ട മഴ വീണല്ലോ വെള്ളം വീണു. മഞ്ഞുരുങ്ങി വെള്ളമുണ്ട് മൊത്തം. വ്യൂ നോക്കി അടിപൊളിയല്ലേ. ഓ ഇങ്ങനെ സമ്മതിക്കണം കേട്ടോ. ഇതുണ്ടോ ഇത്ര ലോഡാണ് ഇങ്ങനെ കൊണ്ടുപോകണം. നമ്മുടെ ബാഗാണ് കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ബാഗാണ്. 4 പേരുടെ ബാഗാണ് ആ പുള്ളി കൊണ്ടുപോകണത്. പാട്ടൊക്കെ വെച്ചാണ്ടാണോ പുള്ളി ബ്ലൂടൂത്തിൽ വലിയ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് നൈസായിട്ട് പോവാണ്. ഹലോ ഹായ്. പിള്ളേരൊക്കെ ആണ് നല്ല ക്യൂട്ടാണ്. ഇവിടെ ഇങ്ങനെ ചുവന്നിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അത് തണുപ്പിൻ്റെയാണ്. തണുപ്പിൻ്റെ വിറ്റാമിൻസിൻ്റെ കുറവ് കാരണമാണ് ഇവിടെ ഇങ്ങനെ ചുവന്ന് വരുന്നത്. ഇവിടെയൊക്കെ പച്ചയും വെള്ളമായിട്ടിരിക്കണണ്ട. മേളിൽ നിന്ന് ഇല വീഴുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഇല കൊഴിഞ്ഞ് വീഴണമാണ്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഞാൻ വാട്ടർ പ്രൂഫ് ഷൂ കണ്ടിട്ടാണ്. ട്രക്കിംഗ് ഷൂ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണുണ്ട്, വാട്ടർ പ്രൂഫ് എടുക്കണതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നനഞ്ഞ് കിടക്കണല്ലേ, എങ്ങാനും സോക്സ് നനഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. സോക്സ് നനഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ട്രിപ്പ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം കാലം അതേപോലെ പണി കിട്ടും. അപ്പോൾ സോക്സ് നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വാട്ടർ പ്രൂഫായിട്ടുള്ള ഷൂ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഒരു കാര്യമില്ലെങ്കിലും 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വെള്ളം സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ഇത് വേറൊരു പാലം എൻ്റെ എന്തായാലും പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ഭക്ഷണം കിട്ടുന്ന കടയും, പിന്നെ അതേ കൊക്കക്കോള, മിറിൻ്റെ, ടിഷ്യൂ പേപ്പർ, കുടിവെള്ളം, അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ നല്ല വിലയിരിക്കും. ഇതേ എനിക്ക് മുമ്പിൽ കാണുന്ന ഈ ഒരു വലിയൊരു മല ഉണ്ടോ, ഞാൻ വിചാരിച്ച എവറസ്റ്റ് എങ്ങനെ വന്നു. പക്ഷേ എവറസ്റ്റ് അല്ല, താംസെക്കോ എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ടോ. 6000 അടി 6600 അടി മുകളിലാണ് കേട്ടത്. എൻ്റെ അമ്മ 6000 അടി എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. 6600 അടി മുകളിലുള്ള മലയാണത്. ഇവരൊക്കെ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ പോണവരാണ് കേട്ടോ. ഈ പുറകിൽ പോണത് ഷെർപ്പയാണ്. ഷെർപ്പകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ആൾക്കാരെ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റുന്ന ആൾ. അവരാണ് യഥാർത്ഥ ഹീറോസ്. ആ മരം നിൽക്കണമൊക്കെ ഇത് കണ്ടിട്ട് തന്നെ കിളി പോയി. ഓ അപ്പോൾ എവറസ്റ്റ് കാണുമ്പോൾ എന്തായിരിക്കും. ഹലോ, ആർ യു വ്ളോഗർ? China. Yeah, you. From India. India. Good. Nice to meet you. How many members you have? 4 members. 4. Okay. How many of you? 9. 9. Sorry. Submitting. Yeah. Okay. See you. See you. You go to the summit, right? No. Base camp. Base camp. Base camp. അവർ ചൈനയിൽ നിന്നുള്ള സബ്മിറ്റ് ചെയ്യണ ഒരാൾക്കാരുണ്ട. ഈ കാണാണ്ട ഇത് ഇതേപോലെ കുറേ കൂടുകൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇതേപോലെ കുറേ കാണാം. അവർ 9 പേരുണ്ട്. 9 പേര് ചൈനയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ചൈനയിൽ നിന്ന് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാൻ പോവാം. നമ്മളെന്തായാലും ബേസ് ക്യാമ്പ് വരെ പോകുന്നുള്ളൂ. എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പ്രിപ്പറേഷൻ ഉണ്ട്. അത്യാവശ്യം 30 മുതൽ 35 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നടക്കില്ല. എന്തായാലും പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എക്സ്പെൻസ് ഹെവിയാണ്. അതുമാത്രമല്ല, നമുക്ക് എങ്ങനെ വന്നാലും മറ്റ് ജോലികളൊക്കെ മാറ്റി വെച്ച് ഒരു 2-3 കൊല്ലം ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോകണം. അല്ലാണ്ടൊന്നും ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലമല്ല, ചത്തു. ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ആകെ നിസ്സാര പേരെ കയറിയിട്ടുള്ളൂ. കയറിയവരെ തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയും കൂടിയാണ്. ഒരു കിടിലം വ്യൂ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട വ്യൂയുടെ കുറച്ചും കൂടെ അടുത്ത് ആ മല നോക്കിക്കോട്ടെ, കാണിച്ചിട്ട് എൻ്റെ അമ്മ. അപ്പോൾ അതെ ഈ പോണാണ് നമ്മൾ ഇന്നലെ കണ്ട നമ്മുടെ ടീം ഇന്ത്യ. കണ്ട ഇന്ത്യൻ മിലിറ്ററി എന്നുള്ള, ഇന്ത്യൻ മിലിറ്ററി അല്ല, ഇന്ത്യൻ മിലിറ്ററി സേനകളിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. പോലീസുണ്ട്, പിന്നെ BSF ഉണ്ട്,
CRPF ഉണ്ട്. അങ്ങനെ കുറേ ടീമുകളായിട്ട് തിരിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തവരെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ ടീം ഇന്ത്യ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഇന്നും മീറ്റ് ചെയ്തു, കഴിഞ്ഞ ദിവസം നമ്മൾ മീറ്റ് ചെയ്തു. അവർ 38 പേരുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫോട്ടോ ഇട്ട് നിന്നപ്പോൾ പെട്ടെന്ന് യാക്ക് വന്നു. കുത്തല്ലേ അയ്യോ, യാക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണോടാ. നമ്മൾ ഈ സൈഡിലാണ് നിൽക്കേണ്ടത്, ഒരിക്കലും ആ കൊക്കയുടെ സൈഡിൽ പോയി നിൽക്കരുത്, അവർ ഉന്തി താഴെ ഇടും. ഹലോ ഹായ്. മണിയൊക്കെ കിട്ടി പോണേണ്, അടിപൊളി. $11 കോടി രൂപയാണ് അവരുടെ എക്സ്പെൻസ്. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് അവർ വിടണേ. അങ്ങനെ അവരെല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ടെ, എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ടെ. നമുക്ക് അഭിമാനിക്കാവുന്ന സംഭവമാണ് അത്. മോനെ കുതിരയിൽ മുന്നി ആയി, കുതിരയിൽ എങ്ങനെ നടക്കണത്? ഒന്നാമത് നടന്നു പോകാൻ പറ്റുള്ളൂ, അപ്പോൾ കുതിര. എൻ്റെ അമ്മ, കുതിരയിൽ എങ്ങനെ പോകണോ? ഇന്ന് ചാടി ചാടി വാങ്ങി ഷെയ്ക്കായിരിക്കില്ലേ അല്ലേ? എങ്ങനെ പോകണോ? ബാലൻസ് ചെയ്തൊക്കെ പോകണതിനകത്ത്. ഇതുപോലെ കുതിരക്ക് പോകാൻ പറ്റും കേട്ടോ, നമുക്ക് പൈസ കൊടുത്ത് തന്നെ കുതിരക്കൊക്കെ പോവാം. വീട്ടിൽ ചെല്ലുമ്പോൾ പറമ്പെഴുതി കൊടുക്കണം. അതെ, കുതിരക്ക് യാക്കിനൊക്കെ പോവാം, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ആധാരം കൊടുക്കേണ്ടി വരും ബാങ്കിൽ. അതുപോലത്തെ എക്സ്പെൻസ് ആവും. നമ്മുടെ ടീം ഇന്ത്യ അതേ പുറകിൽ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചൈനക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ചൈനക്കാർ ഇന്ത്യക്കാർ നേർക്ക് നേർ എന്താ മിലിറ്ററി ആയിട്ട് ഏറ്റുമുട്ടി. പക്ഷേ പാവം ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഇഷ്യൂ അല്ലേ, അതെന്തെങ്കിലും ആവട്ടെ. ശരിക്കും ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ സൗത്തിൽ നിന്ന് 38 പേരുണ്ട് ഇവരുടെ ടീമിൽ. സൗത്തിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ് ആകെ ഒരാളുള്ളൂ, ബാക്കി എല്ലാം നോർത്ത് ഇന്ത്യ ആ സൈഡിൽ നിന്നുള്ളവരാ. നമ്മുടെ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഒരു മനുഷ്യനില്ല ഇവരുടെ ടീമിൽ. എന്താ അത്? നമ്മളങ്ങനെ നടന്ന് ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയേട്ടാ. എൻ്റെ അമ്മ, ഇത് വെള്ളം കിടിലാനുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഓ അയ്യോ, എന്ത് ഹൈറ്റിന്ന് വീണ. ഓ ഇത് പൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, നൈസൊരു വെള്ളച്ചാട്ടം. വെള്ളത്തിൽ തൊടാൻ പറ്റുമോ നോക്കട്ടെടാ, അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയല്ലോ. എൻ്റെ പൊന്നളിയാ, വെള്ളത്തിൽ തൊടാൻ പറ്റില്ല, തണുത്തിട്ട്. ഓ ഈ കണ്ട കയറ്റിട്ടില് നമ്മൾ കയറാൻ തന്നെ കഷ്ടപ്പെട്ടാ. അപ്പോൾ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ലഗേജ് ഇറക്കിയിട്ട് വരുന്നതാണ്. നല്ല കയറ്റവർക്കും. ഞാൻ പയ്യെ കയറണം കേട്ടോ, ധൃതിയൊന്നുമില്ല, പതുക്കെ കയറിയാൽ മതി, ഒരു ധൃതിയില്ല. കാരണം ധൃതി പിടിച്ച് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്നെന്തായാലും 7 മണിക്കൂറോളം ട്രക്ക് ഉണ്ട്. പക്ഷേ ഹൈ വോൾട്ടേജിലോട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉയരത്തിലോട്ടാണ്. അപ്പോൾ മൗണ്ടൻ സിക്നസ് അടിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഓടി കയറേണ്ട ആവശ്യമില്ല, പയ്യെ കയറിയാൽ മതി. ഈ മതിലിൻ്റെ അപ്പുറത്ത് നിറച്ച് കൃഷിയുണ്ട്, ക്യാബേജ് കണ്ടോ? ഉണ്ടായി കിടക്കണമെന്ന് തോന്നുന്നു, പറിച്ചിട്ടുണ്ടല്ലോ. നല്ല രസമല്ലേ ഈ തോട്ടത്തിൽ പോയിട്ട് പറിക്കാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലാണ്, അടിപൊളിയാണ്. പറിച്ചിട്ട് അതപ്പോൾ ഒരു ഫ്രഷ് സാധനം നമ്മൾ വാങ്ങിച്ചു എന്നുള്ളൊരു ഇത് വരും. ഇവിടെ കണ്ട പുക പോകണമൊക്കെ വീടിൻ്റെ മുകളിൽ നിന്ന്. ഞാൻ വിചാരിച്ച നല്ല കട്ട ഫോഗാണെന്ന്, പക്ഷെ അത് കിച്ചണിൽ നിന്ന് പോകുന്ന പുകയാണ്. വെള്ളം വീണുണ്ടോ ഇവിടെ? മഞ്ഞുരുകിയിട്ട് വീണു പോണേ കേട്ടോ, മഴയൊന്നും അല്ല. ഓ എൻ്റെ അമ്മോ, നല്ല തണുപ്പ്, വെള്ളം വീണിട്ട് മേത്ത് വീണിട്ട്. Dale.
നമ്മുടെ കൂടെയുള്ള ഗൈഡ് മിക്മ ഇതുപോലെ എല്ലാ ചക്രവും കറക്കിയിട്ടുണ്ടോ ഈ പ്രയർ വീല് ഇതെല്ലാം കറക്കിയിട്ടാണ് പുള്ളി പോകണം. ഇതേ ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മല ഉണ്ടോ എൻ്റെ പൊന്നു, എൻ്റെ പുറകെ എന്തോ വരുന്നുണ്ടല്ലോ, എന്താ അത്? ആ ഇതായിരുന്നു മണികിലേക്ക് പോകണമെങ്കിൽ. നമ്മളപ്പോൾ അടുത്ത ബ്രിഡ്ജിലോട്ട് എത്തി. ഇന്നത്തെ ട്രക്കിൽ ഇതേപോലത്തെ 5 എണ്ണം ഉണ്ടാവുമെന്നാണ് പറഞ്ഞാൽ, ഇത് രണ്ടാമത്തേണ്. ഇത് ഭയങ്കരമായിട്ട് ആടുന്നുണ്ട് ആൾക്കാർ നടക്കുമ്പോൾ. ആൾക്കാരെ മാത്രമല്ല കഴുതേമ്പോ ഉണ്ട്. എൻ്റെ അമ്മ നേരത്തെ കണ്ട പോലെ തന്നെ കൊക്ക ഇത് കുറച്ചും കൂടി ബ്യൂട്ടി വേണ്ട. അയ്യോ പണി പാളി. നമ്മളെ കുറച്ചു നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണേ. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചർ. എങ്ങനെ നിൽക്കണേ, ഇതിന് പോകാൻ സ്ഥലമില്ല. അയ്യോ എന്നെ മേത്ത് ഇടിച്ചിട്ടേ പോകുള്ളൂ. കുഴപ്പമില്ല, സീനില്ല, ഭാഗ്യം. ഇവിടെ തന്നെ അനങ്ങാണ്ടിരിക്കാം. ഈ പാലത്തിൽ കൂടി ഇങ്ങനത്തെ ഈ ആക്കൊക്കെ വന്നാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങ് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. സ്ഥലമില്ല നിൽക്കാനായിട്ട്. ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകണം, പേടിയാണ്. പുഴയിലല്ല നമ്മള്. അയ്യോ ഇടിച്ചി. പച്ചക്ക വേണം. ഇതിന് അന്ത്യമില്ലേ, ഇത് തീരണല്ലോ. എൻ്റെ പൊന്നാളിയാ വേഗം കയറിക്കോ, യാക്കുന്നുണ്ട്. ഈ ആക്കൊക്കെ ഇപ്പോൾ പാലത്തിൽ കൂടി പോകും. പാലത്തിൽ കൂടി അല്ല, താഴത്തേക്കാണല്ലോ പോണം. ആ കുഴപ്പമില്ല. അയ്യോ ഇതിങ്ങനെ എൻ്റെ കൊമ്പ് കണ്ടോ, കൊമ്പ് കൊണ്ട് കുത്തിക്കൊന്നു എൻ്റെ അമ്മ. അതന്നെ പോടാ. എന്ത് കാറ്റാ, തണുത്ത കാറ്റടിച്ചോണ്ടിരിക്കുക. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനിയുണ്ട്. ഒരു സമയം 10:30 കേട്ടോ. നമ്മൾ രാവിലെ 8 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. എത്ര നേരം? 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ കൊണ്ട് നമ്മൾ 5 കിലോമീറ്ററാണ് പിന്നിട്ടത്. ഇനിയുണ്ട്. ഇനിയൊരു 2 മണിക്കൂർ കഴിഞ്ഞാലേ നമ്മൾ ഭക്ഷണം കഴിക്കണ ഉച്ചക്കത്തുള്ള ലഞ്ച് കഴിക്കണ സ്ഥലത്ത് എത്തുള്ളൂ. അതിന് ശേഷം പിന്നെയും നടക്കണം. അപ്പോൾ നല്ല ലോങ് ഉണ്ട്. പക്ഷെ വലിയ ഹാർഡായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പയ്യെ നടന്നു വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്തായാലും നൈസായിട്ട് പയ്യെ നടന്നു പോകണേ എപ്പോഴും നല്ലത്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ പയ്യല്ലേ കയറുള്ളൂ. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയാവുമെന്ന് എനിക്ക് തോന്നണം. അതേ വഴിയിൽ നമ്മൾ കപ്പലിൻ്റെ ഇട്ടൊക്കെ പാക്ക് ചെയ്തല്ലേ കൊണ്ടുവരണം. നൈസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. ആകുമ്പോൾ വിശപ്പും അത്യാവശ്യം സെറ്റാവും, റെസ്റ്റും ചെയ്യാം. അടിപൊളി. ഇത് തേങ്ങാക്കൊത്തല്ലേ? തേങ്ങാക്കൊത്ത് ഈന്തപ്പഴം ഉണക്കിയത്. എല്ലാം ഫുൾ സെറ്റാണ്, ഫുൾ പാക്കായിട്ടാണ്. ഇവരുടെ ലാംഗ്വേജ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ നേപ്പാളി ഭാഷയുണ്ട്, അത് കൂടാണ്ട് ഷെർപ്പേഡ് സംസാരിക്കുന്ന വേറൊരു ഭാഷയാണ്. അത് നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല. ആ കാണുന്ന മേളിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അതെ നല്ല കിടിലം വെള്ളച്ചാട്ടമൊക്കെ, ചെറിയ പാലമൊക്കെ ഉണ്ട്. കൊള്ളാടാ, നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, ഓ നല്ല തെളിനീര് വെള്ളം കേട്ടോ. ഇതൊക്കെ ഓ അടിപൊളി, എന്താ രസം. ഇവിടെ ഹെവി കാറ്റാണ്. ഇതുണ്ടോ, അത് പറഞ്ഞിട്ടുണ്ടറിയാം. ഭയങ്കര തണുത്ത കാറ്റാണ് വീശണ. ഇനി നമുക്ക് പോകാനുള്ളത് ഏറ്റവും മുകളിലോട്ട് നല്ല ഹൈറ്റിലോട്ട് കയറാനുണ്ട്. എൻ്റെ അമ്മ, അവർ കയറി പോകണുണ്ടോ. ഇപ്പം കയറിയത് കിട്ടിലൊരു കയറ്റമാണ്. കുറേ കഴുതകൾ തന്നെ ഉണ്ടോ പുറകിൽ. ഇതൊക്കെ എങ്ങനെയാണ് ഇതുങ്ങളൊക്കെ കയറി വന്നത്? എൻ്റെ വായിൽ നിന്ന് ഒരേ പതയൊക്കെ വരുന്നുണ്ട്. അമ്മോ, കഴുതനുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിൽക്കരുത്, ഡേഞ്ചർ. നമ്മൾ ഈ സൈഡിലോട്ട് മാറണം. അതിന് തട്ടി മറിച്ചപ്പോൾ ഇല്ല. ഇതിങ്ങനെ വരുമ്പോഴേ സംഭവം മനസ്സിലായി എന്താണ്. നമ്മൾ ആ അറ്റത്ത് പോയി നിൽക്കരുതെന്ന് പറയാൻ കാര്യം, ഇതിൻ്റെ ലഗേജൊക്കെ ഉണ്ടാവും മേത്ത്. കണ്ടോ, നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിങ്ങ് തട്ടി നമ്മൾ കൊക്കയിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്.
ചിലപ്പോൾ ഈ ആക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പിടച്ചിൽ പിടയ്ക്കും ഇങ്ങനെ ചുമ്മാ ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ ആ തട്ടലിൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് മറിഞ്ഞ് വീഴും. അല്ലാണ്ട് ഇത് ഉപദ്രവമോ അങ്ങനെ വേറെ ഇഷ്യൂസ് ഇല്ല. അതങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മേത്ത് ലഗേജ് ഉണ്ടാവും, അത് തട്ടിയായിരിക്കും നമ്മൾ അപ്പുറത്തോട്ട് വീഴും. അപ്പോൾ അങ്ങനെ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സൈഡിലോട്ട് മാറിയേക്കാന്ന് പറഞ്ഞാൽ. പോയാങ്ങോട്ട് പോണില്ല. ആ പോ. കിतना रुपये? 100. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെള്ളം മൊത്തം തീർന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പി ഇവിടെ നിന്ന് മേടിച്ച് ഇതിന് 100 രൂപയാണ്, 100 നേപ്പാളി മണി. ഓക്കെ, താങ്ക് യു. അത് തൊടണ്ട, അത് ജീവിതം, അത് തൊടണ്ട. ഹലോ ഹായ്, നാം ക്യാ ഹേ? എന്താണെന്ന് നാം മനസ്സിലായില്ല എന്താണ്. ഇനി ഏകദേശം ഒരു 600 മീറ്ററോളം നേരെ കയറ്റം തന്നെയാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അയ്യോ, നന്നായിട്ട് കതച്ചുണ്ട്, കതച്ചിൽ വഴിയാകുന്നുണ്ട്. ആക്ക് ലോഡൊക്കെ ആയിട്ട് വരുന്നൊക്കെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളുണ്ട് അല്ലേ. എൻ്റെ പെണ്ണ് ഇത് കണ്ട, വേ ടു മോഞ്ചോ സ്കൂള്. ഇവിടുത്തെ സ്കൂളാണ് ഇതാ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ. കുറച്ച് കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്. മേളിൽ എന്തോ മേൽക്കൂര എന്തോ സാധനമൊക്കെ ഇട്ട്, കല്ലൊക്കെ ഇട്ടാണ് മേൽക്കൂര വെച്ചേക്കണത് കണ്ട. അത് ശരി, നമ്മൾ ഇത്രയും നടന്ന് വന്നപ്പോഴാണ് വെൽക്കം ടു സാഗർമാത നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണം. ഇപ്പോഴേ എത്തണേ ഉള്ളൂ. വേൾഡ് ഹെറിറ്റേജ് നാച്ചുറൽ സൈറ്റ്, എസ്റ്റാബ്ലിഷ്ഡ് 1976. അങ്ങനെ നമ്മളിത് നാഷണൽ പാർക്കിലോട്ട് കയറാൻ പോകണ്ട. സാഗർമാത നാഷണൽ പാർക്ക്. അത് സാഗർമാത എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ നേപ്പാളി ഭാഷയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഇതിന് 2000 രൂപയാണ് സാധാരണ രീതിയിൽ ടിക്കറ്റിന് വന്നത്. നമ്മൾ വന്നപ്പോൾ ടിക്കറ്റ് കണ്ടില്ലേ, അതിന് 2000 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത് നേപ്പാളി മണി. പക്ഷേ നമ്മൾ ഇതുപോലെ പാക്കേജായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് എനിക്ക് 1500 റേറ്റൊക്കെ വരുള്ളൂ. കാരണം അവർ സ്ഥിരം നടത്തുന്ന ആൾക്കാരുണ്ട്, ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അയ്യോ, ഒരു സാധനം ഉണ്ട്, കഴുതാ. അപ്പോൾ എന്തായാലും ഞാനിതേ ഇവിടെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോകട്ടെ. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി നമുക്കൊന്ന് നാംചെ ബസാർ എത്താനുണ്ട്. പിന്നെ പോകണ വഴിക്ക് ലഞ്ച് കഴിക്കണം. ഒരുപാട് പണി ബാക്കിയുണ്ട്, ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട്. ഓക്കെ, ബൈ. നമ്മൾ നല്ല ഹൈറ്റിലെത്തുന്നുണ്ട്. എനിക്ക് അതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് തലക്ക് എന്തോ ഒരു പിടുത്തം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വരുന്ന വഴിയൊന്നും കുറച്ച് ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ള, ക്യാമറ എടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ള. എനിക്ക് തോന്നുന്നു എനിക്ക് AMS അടിച്ചിട്ടുണ്ടെന്നാണ്.